ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് കുറേ മുന്നത്തെ ഒരു സൺഡേയിലെ വ്ളോഗ് ആട്ടോ. ഇതൊരു ഫുൾ വീഡിയോ ആയതുകൊണ്ട് തന്നെ എഡിറ്റ് ചെയ്തിടാൻ കുറച്ചധികം ടൈം പിടിച്ചു. അപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്കുകളിൽ മാത്രം കേട്ട് പരിചയമുള്ള ബന്നേറുഘട്ട നാഷണൽ പാർക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കുറച്ചധികം നാളായി പോകണം എന്ന് വിചാരിച്ചിരിക്കുന്നു. ഈ സൺഡേ ആണ് അതിനുള്ള അവസരം വന്നത്. നമ്മുടെ കൂടെ ഷെഡ്യൂലും ഉണ്ട്. അങ്ങനെ നമ്മൾ ഊബറൊക്കെ വിളിച്ചാണ് പോകുന്നത്. ഇവിടുന്ന് ആക്ച്വലി നമ്മുടെ പ്ലേസിൽ നിന്നൊരു 1 hour ഡ്രൈവ് ഉണ്ട്. അങ്ങോട്ട് 1 അല്ലെങ്കിൽ 1.5 hour ഡ്രൈവ് ഉണ്ട്. അപ്പോൾ പോണ വഴി ഞാൻ ഈ സംഭവം കണ്ടു. ഇത് കേട്ടിട്ടേ ഉള്ളൂ, ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. അങ്ങനെ ബന്നേറുഘട്ട നാഷണൽ പാർക്ക് അല്ലെങ്കിൽ ബയോളജിക്കൽ പാർക്കിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ആക്ച്വലി ചെറിയൊരു അബദ്ധമൊക്കെ പറ്റി ഊബർ ബുക്ക് ചെയ്തപ്പോൾ ഞാൻ കുറച്ചും കൂടെ നേരെ പോയിട്ടുള്ള സ്ഥലത്തിൻ്റെ ലൊക്കേഷനൊക്കെ ഇട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു $200 എക്സ്ട്രാ കൊടുക്കേണ്ടി വന്നു, ഒരു കാര്യമില്ലാണ്ട്. എന്നാലും പോട്ടെ, സാരില്ല. അപ്പോൾ നമ്മൾ സഫാരിക്കുള്ള ടിക്കറ്റ്സാണ് എടുത്തേക്കുന്നത്. നോൺ AC ബസ്സും ഉണ്ട്, AC ബസ്സും ഉണ്ട്. അപ്പോൾ നമ്മൾ നോൺ AC ബസ്സാണ് എടുത്തത്. നോൺ AC ബസ്സിന് 400ഉം AC ബസ്സിന് $700 പെർ ഹെഡ് ചാർജ് വന്നത്. അപ്പോൾ നമ്മളവിടെ ക്യൂവിൽ നിൽക്കുകയാണ്. ഇതുപോലെ ക്യൂവിൽ കുറേ നേരം നിന്ന് അവരോരോ വീട് പോലത്തെ സ്ഥലത്ത് നമ്മൾ ഇരുത്തിയൊക്കെയാണ് കൊണ്ടുപോകുന്നത്. കുറേ നാളുകൾക്ക് ശേഷമാട്ടോ ഇങ്ങനെ ഒരു ക്യൂവിൽ നിൽക്കുന്നത്. ഭ്രാന്തായി സത്യം പറഞ്ഞാൽ. നല്ല ചൂടും വെയിലുമായിരുന്നു. നമ്മൾ 2 o'clock to 2:30 സ്ലോട്ടാണ് എടുത്തിരുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് നല്ല ചുട്ട് പൊള്ളണ വെയിലും ചൂടത്തുമാണ് നമ്മൾ ഈ നിൽക്കുന്നത്. ഹലോ, എവിടെ പോണ് മുട്ടേല് ശരിക്കും. ഈ കാണുന്ന ലൈൻ നമ്മൾ കറങ്ങി ആട്ടോ ഇവിടെ എത്തേണ്ടത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയും കറങ്ങി നടന്നപ്പോഴേക്കും തന്നെ നമുക്ക് ചെറിയൊരു നോഷിയൊക്കെ ഫീൽ ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓടി നമ്മൾ എത്തുകയാണ് നമ്മുടെ ബസ്സിൻ്റെ അടുത്തേക്ക്. നമുക്ക് സീറ്റ് ചൂസ് ചെയ്യാൻ പറ്റുമൊന്നുമില്ല. കിട്ടണ അടുത്ത് കയറിയിരിക്കണം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ ഈ ഒരു സംഭവത്തിന് പോകാൻ വേണ്ടി, ഈ ഒരു സഫാരിക്ക് വേണ്ടി. പക്ഷേ ഈ ചൂടും പിന്നെ ഈ ബസ്സിൻ്റെ ബാക്ക് സീറ്റും എന്നെ അങ്ങോട്ട് തളർത്തി കളഞ്ഞു. ഞാനാണെങ്കിൽ വളരെയധികം മോഷൻ സിക്നസ് ഉള്ള ഒരാളാണ്. അങ്ങനെയുള്ള ഞാൻ ഈ ബസ്സിൻ്റെ ഏറ്റവും പുറകിലൊക്കെ പോയിരുന്നു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഉപ്പാടിളകി. നമ്മൾ നമ്മുടെ ജേണി അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സഫാരി ജേണി. അതിനുണ്ടായിരുന്ന ആൾക്കാരത്ര വലിയ നല്ല വൈബൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ചുമ്മാ കച്ചറാക്കി കളഞ്ഞു ഈ ജേണി. പക്ഷെ എന്നാലും ഈ ആനിമൽസിനെയൊക്കെ കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. നമുക്ക് കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടത് ഈ സംഭവങ്ങളെയാണ്. കാട്ടുപോത്താണെന്നാണ് എൻ്റെ ഒരു നിഗമനം. അതിൻ്റെ ഇടയിൽ വലിയ കൊമ്പൊക്കെ ആയിട്ട് നിൽക്കുന്നത് മാനല്ലേ. അപ്പോൾ ഇതെല്ലാം കണ്ട് നമ്മൾ നല്ല രസമുണ്ടായിട്ടോ, കാണാനൊക്കെ ഭയങ്കര ഒരു രസമായിരുന്നു. ഈ ചെറിയ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. അപ്പം ഈ ഉച്ചനേരത്ത് വന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടതാണ് ഈ കരടീനെ അഥവാ ബെയറിനെ കണ്ടു നമ്മൾ. അത് നല്ല രസമുണ്ടായിട്ടോ. ഭയങ്കര ടയേർഡായിട്ടുള്ളൊരു ബെയറായിരുന്നു. അത്ര എനർജറ്റിക് ഒന്നും ആയിരുന്നില്ല. അതിൻ്റെയൊക്കെ നെഖമൊക്കെ കാണാൻ അല്ല പേടിയാവും കണ്ടാൽ തന്നെ. ഇതിൻ്റെയൊക്കെ ക്ലിപ്സൊക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ടിയായിട്ട് ഇങ്ങനെയൊക്കെ കിട്ടണത്. കാരണം ബസ്സിന് ചുറ്റും ഇതുപോലെ കമ്പിയുടെ നെറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാമറയൊക്കെ വെച്ചിട്ടൊന്നും ഫോക്കസ് ആവുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ ഈ ആനക്കൂട്ടങ്ങൾ കണ്ടു. ആനേനെ കണ്ടിട്ട് വലിയ ഇതൊന്നും തോന്നിയില്ല കേട്ടോ. കാരണം നമ്മൾ ഈ കോടനാട് പോകുമ്പോഴും പിന്നെ ഊട്ടിക്കൊക്കെ പോകുമ്പോഴൊക്കെ നമ്മൾ കാട്ടിലൊക്കെ ആനേനെ കാണണേല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ആനേനെ കാണുമ്പോൾ വലിയ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. എന്നാലും അപ്പോൾ കാണുമ്പോൾ ഉള്ളൊരു ഇതുണ്ടായിരുന്നു എന്നേ ഉള്ളൂ. കുറേ ആനകളുണ്ടായിട്ടോ, എല്ലാം കുട്ടി ആനകൾ. അതിൻ്റെ ഇടയിലൊരു കുട്ടി ആന നിൽപ്പുണ്ട്. അതിനൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. എല്ലാവരും ഈ ആനിമൽസിനെ കാണുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ആനിമൽസിനെ നമ്മൾ കാണുന്നത്. നടുക്കാണ് റോഡ്. അപ്പോൾ എല്ലാവരും റൈറ്റിലേക്ക് ഓടും, ലെഫ്റ്റിലേക്ക് ഓടും, അങ്ങനെ ഓടുന്നുണ്ട്. ഞാൻ ലെഫ്റ്റിലായതുകൊണ്ട് ലെഫ്റ്റിൽ വരുന്ന ആനിമൽസിനെ മാത്രമേ ഞാൻ കാണുള്ളൂ. അല്ലാണ്ട് എങ്ങോട്ടും ഞാൻ നോക്കില്ല എന്നും പറഞ്ഞിരിക്കുകയായിരുന്നു. കാരണം മോഷൻ സിക്നസ് കാരണം അത്ര അധികം ഞാൻ ബുദ്ധിമുട്ടിയിരിക്കുകയായിരുന്നു. ചില സമയം എനിക്ക് സൈഡിലേക്ക് നോക്കാൻ പോലും പറ്റണ്ടായിരുന്നില്ല. കാരണം അങ്ങനെ ഞാൻ ഇപ്പോൾ വോമിറ്റ് ചെയ്യും എന്ന് പറഞ്ഞൊരു ടെൻഡൻസിയിൽ ഇങ്ങനെ നിൽക്കണമായിരുന്നു. പ്രായത്തിന് വോമിറ്റ് ചെയ്തില്ല, പക്ഷേ മൂഡൊക്കെ ആകെ ബോറായി. അങ്ങനെ ഈ ആനക്കൂട്ടങ്ങളെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കാണുന്നതാണ് നമ്മുടെ കാട്ടിലെ രാജാവ് സിംഹമാണല്ലോ അല്ലേ. ഇത് പുലി. നമ്മൾ പുലീനെ കണ്ടു. അതുപോലെ തന്നെ ഇത് നമ്മൾ ചീറ്റേനെയും കണ്ടു. അപ്പോൾ ഇതിനൊക്കെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് മാത്രമല്ല, ആ ബസ്സിലുണ്ടായിരുന്ന എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇതിനൊക്കെ കാണാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ശരിക്കും വരുന്നത്. ഇവിടെ ഒരു പുലിയുണ്ട്.
ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കേജിൽ വൈറ്റ് ടൈഗറും ഉണ്ട് കേട്ടോ. ഇതാണെന്ന് തോന്നുന്നു വൈറ്റ് ടൈഗർ. ഇത് വൈറ്റ് ടൈഗറും അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കേജിൽ നമ്മുടെ നോർമൽ ടൈഗർ, നാടൻ ടൈഗറും ഉണ്ടായിരുന്നു. അങ്ങനെതാ അതിനെ കണ്ടുപോയപ്പോഴാണ് തേണ്ടടാ നമ്മുടെ കാട്ടിലെ രാജാവ് സിംഹം എത്തി. സിംഹമൊക്കെ ഭയങ്കര ടയേർഡായിട്ട് വയ്യാണ്ട് കിടക്കായിരുന്നു. എനിക്ക് തോന്നുന്നു ആ ചൂടിൻ്റെ ആയിരിക്കാം. നമ്മളെപ്പോലെ തന്നെയല്ലേ, അവർ മനുഷ്യരല്ലേ, അപ്പോൾ ആ ചൂടൊക്കെ കൊണ്ട് അവർ ക്ഷീണിച്ച് കിടക്കുമായിരിക്കും. അങ്ങനെതാ നമ്മൾ കുറേ സിംഹത്തിനൊക്കെ കണ്ട് നല്ല രസമുണ്ടായിട്ടോ കാണാൻ. എന്തൊരു ഭയങ്കര ഒരു രസം, അവരെ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. അങ്ങനെതാ അതുങ്ങളെയൊക്കെ കണ്ടപ്പോൾ ഇത് പെൺസിംഹം. ഈ ആനിമൽസിൽ പൊതുവേ മെയിൽസിനെ കാണാനായിരിക്കുമല്ലോ കുറച്ചും കൂടെ ഭംഗി. അപ്പോൾ ഈ ആൺസിംഹത്തിനെ കാണാനാണല്ലോ ഈ പെൺസിംഹത്തിനേലും ഭംഗി. എനിക്കങ്ങനെ തോന്നി കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണോ? അപ്പോൾ ഇതാ പെൺസിംഹവും ഈ പറഞ്ഞ പോലെ ടയേർഡായിട്ട് കിടക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നത് അത് അവരുടെ ഉറങ്ങണ സമയമാണെന്ന് തോന്നുന്നുണ്ട്. 2 മണിയൊക്കെ അല്ലേ, ഉച്ചക്കത്തെ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ കിടന്ന് ഉറങ്ങണേ ആവാം. അപ്പോൾ ഇതാ നമ്മൾ ചീറ്റ വേറെ എങ്ങോട്ടോ നോക്കി നിൽക്കുന്നതൊക്കെ കണ്ടു. വീണ്ടും പുലികളെയൊക്കെ കണ്ടു. ലാസ്റ്റ് ഈ ഒരു ചീറ്റേനെയും കൂടെ കണ്ട് നമ്മുടെ ജംഗിൾ സഫാരി അവിടെ കഴിഞ്ഞു. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ബട്ടർഫ്ലൈ പാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് ചെന്നപ്പോൾ അവിടെ നമ്മൾ വേറെ ടിക്കറ്റ് എടുക്കണം. വെറുതെ കുറേ പൂമ്പാറ്റേനെ കാണാൻ ടിക്കറ്റ് എടുത്ത് കയറുന്ന കാര്യമൊന്നുമില്ലല്ലോ എന്ന് ഓർത്ത് നമ്മൾ അവിടെ നിന്ന് പോകുന്നു. ഇങ്ങനത്തെ കുറേ റിഫ്രഷ്മെൻറ്റ്സ് ഒക്കെ കഴിച്ചു. ഇക്കും ഷെജിലും കൂടെ ഉപ്പിലിട്ടതും ലോലിപ്പോപ്പും മാവൊക്കെ സാധനങ്ങളൊക്കെ കഴിച്ചു. എനിക്ക് വെള്ളമായിരുന്നു വേണ്ടത്. എനിക്ക് കുറേ അങ്ങോട്ട് ഹൈഡ്രേറ്റ് ചെയ്യണമായിരുന്നു. അതുകൊണ്ട് ഞാൻ നാരങ്ങ വെള്ളം, നമ്മുടെ സോഡ ലൈമൊക്കെ വാങ്ങി കുടിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ നടന്നും ക്ഷീണിച്ചു. ആ ബട്ടർഫ്ലൈ പാർക്കിലേക്കൊന്നും ഇതുപോലെ സഫാരിയായിട്ട് വണ്ടി പോവില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ബന്നേർഘട്ട നാഷണൽ പാർക്കിൽ നിന്നിറങ്ങി ഫുഡ് കഴിക്കാനായിട്ട് സൂഫി മന്തിയിൽ വന്നു. അതെ, ബാംഗ്ലൂരിലുള്ള സൂഫി മന്തിയിലാണ് നമ്മൾ വന്നത്. അപ്പോൾ ഞാനും ഷെജിലും മട്ടൻ മന്തിയാണ് പറഞ്ഞത്. ഇക്കു ചിക്കൻ ഷവായി മന്തിയും. മട്ടൻ മന്തി ഒരു കാശിന് കൊള്ളൂലായിരുന്നു ഗൈസ്, ഉള്ളത് പറയണമല്ലോ. ചിക്കൻ പിന്നെയും നല്ലതായിരുന്നു. മട്ടൻ കഴിക്കാനുള്ള കൊതി കൊണ്ടാണ് മട്ടൻ മന്തി പറഞ്ഞത്. അപ്പോൾ ദേ കിടക്കുന്നു ചട്ടിയും കലവും, ഒരു കാശിന് കൊള്ളാത്തൊരു സാധനം. പിന്നെ ഒരു കണക്കിന് അതും കഴിച്ച് ഒന്ന് വാഷ്റൂമിലൊക്കെ പോയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെ അടുത്ത് തന്നെയുള്ള കാട്ടു കഫേയിലേക്കാണ് നമ്മൾ പോയത്. ഇത് വേറെ ഒന്നിനല്ല, ഫുഡ് കഴിക്കാനോ ഒന്നിനും വേണ്ടിയിട്ടല്ല നമ്മൾ പോയത്. ഇക്കൊന്നും ഷെജിലും അവിടെ കാർട്ട് ഓടിക്കാൻ, ഈ കുഞ്ഞു കാറ് അത് തന്നെ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഓ മൈ ഗോഡ്, അവിടുത്തെ ആംബിയൻസ് വാസ് ജസ്റ്റ് ലിറ്റ്. അടിപൊളിയായിരുന്നു. ഇതുപോലത്തെ ഉള്ളിൽ കുറേ ബാംബൂ സ്റ്റിക്സും പുറത്ത് കുറേ ചെടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. അതുപോലെ തന്നെ ദേ കാർട്ട് ഓടിക്കുന്ന ട്രാക്ക് കണ്ടോ, എന്താ രസം കാണാൻ. അവിടുന്ന് സൺസെറ്റൊക്കെ കാണാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ ഗൈസ്. ശരിക്കും നമ്മളവിടെ ഒരു ഗോൾഡൻ ആറിലാണ് എത്തിയത്. അതുകൊണ്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു മൊത്തത്തിൽ ആ കഫേ കാണാനായിട്ട്. കാർട്ട് മാത്രമല്ല, ബാക്കിയുള്ള ബോർഡ് ഗെയിംസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതൊക്കെ മേളിലാണ്. ഫൂസ് ബോളും പിന്നെ അങ്ങനത്തെ കുറേ ഗെയിംസ് ഉണ്ട് കേട്ടോ അവിടെ. നമ്മൾ ആക്ച്വലി കാർട്ട് ഓടിക്കാൻ വേണ്ടി മാത്രമാണ് പോയത്. അങ്ങനെ ഇവരുടെ കാർട്ടോടിക്കലൊക്കെ കഴിഞ്ഞതാ. നമ്മൾ അവിടെ നിന്ന് പോരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നൈസായിട്ട് ഇറങ്ങുമായിരുന്നു. അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ച് നമ്മളവിടെ ഇങ്ങനെ തന്നെ എന്തായാലും പാടിയൊക്കെ നിന്നു. കുറേ വീഡിയോസൊക്കെ നമുക്ക് എടുത്തു തന്നു. അതൊക്കെ ഓൾറെഡി ഞാൻ റീൽസായിട്ട് നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നിഹാലിനെ വിളിച്ച് നേരെ പോയത് ചർച്ച് സ്ട്രീറ്റിലേക്കാണ്. അവിടെ പോയതാ സ്ട്രോബെറി ചോക്ലേറ്റും വാങ്ങിക്കഴിച്ചു. എന്നിട്ട് ഇവർക്ക് ബൗളിങ്ങിന് പോകണം എന്ന് പറഞ്ഞു. ഇക്കുവിൻ്റെ കാര്യം പിന്നെ അറിയാമല്ലോ, ഹീസ് എ ബൗളിങ് അഡിക്റ്റ്. അങ്ങനെതാ നമ്മൾ ബൗളിങ്ങിന് ചെന്ന്, ഞാൻ മാത്രം ലിഫ്റ്റിൽ കയറി ചെന്നു കേട്ടോ. അപ്പോൾ ദേ അവരവിടെ ബൗളിങ് ചെയ്യാനായിട്ട് ഇറങ്ങി. ഇക്കു പിന്നെ ഇതിൽ പ്രോ ആണ്, ഇക്കുവിനെ വെട്ടിക്കാനാവില്ല മക്കളെ. അങ്ങനത്തെ ഇവർ 3 പേരും ബൗൾ ചെയ്യായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാനും ബൗൾ ചെയ്തായിരുന്നു എന്ന് തോന്നുന്നു.
അങ്ങനെ ബൗളിങ്ങും കഴിഞ്ഞതാ ഒരു പെപ്സിയൊക്കെ കുടിച്ച് നമ്മൾ ഫുഡ് വാങ്ങാനായിട്ട് അവിടെ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ വെയിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ വാങ്ങി ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്കൊരു റോസ് വാങ്ങി തന്നു ഗൈസ്. അങ്ങനെ ചർച്ച് സ്ട്രീറ്റിലെ ഷെനാനിഗൻസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ നമുക്ക് ടാറ്റയൊക്കെ തന്നിട്ട് ഷെജിലും നിഹാലും കൂടെ പോയി. അപ്പോൾ ഇത്ര ഉണ്ടായുള്ള വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.